കേൾക്കാനും അത് ആഘോഷിക്കാനുമായിട്ട് ഇവിടെ കുറെ ആളുകളുണ്ട്. പിന്നെ മിസ്റ്റർ അനിൽകുമാർ തന്നെ ഞാൻ വെറുതെ വിടില്ല. ധനകാര്യ സ്ഥാപനത്തിന്റെ 12.5 ലക്ഷം രൂപ പറ്റിച്ചെന്ന പരാതി മേജർ രവിക്കെതിരെ പോലീസ് കേസെടുത്തു. ഈ ഒരു വാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും. മേജർ രവിയെ ജാമ്യമില്ലാത്ത വകുപ്പിൽ പോലീസ് കേസെടുത്തു, മേജർ രവിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഒരു വാർത്ത സർക്കുലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. ഇപ്പം മേജർ രവിയുടെ ഭാഗത്തു നിന്ന് അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് മേജർ രവി ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യം മീഡിയാസിൻ്റെ കാര്യമാണ് പറയുന്നത്. കാര്യം എന്താണ് സത്യം എന്ന് പോലും അറിയാതെ മീഡിയാസ് വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ പറ്റി പറയുന്നുണ്ട്. കാര്യം മേജർ രവിയുടെ ഭാഗത്ത് എന്താണ് അതിൻ്റെ ന്യായമെന്നും പുള്ളിക്കാരൻ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ ഡിഫമേഷന് കേസ് കൊടുക്കുമെന്നും പറയുന്നുണ്ട്. എന്തായാലും മേജർ രവിക്കെതിരെ വന്ന വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. സംവിധായകൻ മേജർ രവിക്കെതിരെ തൃശൂർ ഇരിങ്ങാലക്കുട പോലീസ് വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തു. ധനകാര്യ സ്ഥാപനത്തിൽ തിരിച്ചടവിൽ പിഴവ് വരുത്തിയവരിൽ നിന്ന് പണം പിരിക്കാമെന്ന് വാഗ്ദാനം നൽകി 12.5 ലക്ഷം രൂപ തട്ടിച്ചു എന്നാണ് കേസ്. ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. ധനകാര്യ സ്ഥാപനത്തിന്റെ HR മാനേജറാണ് പരാതിക്കാരൻ. മേജർ രവിയുടെ ഉടമസ്ഥതയിലുള്ള തണ്ടർ ഫോഴ്സ് സ്ഥാപനം പറ്റിച്ചു എന്നാണ് പരാതി. സഹ ഉടമകളായ മറ്റ് 2 പേരും FIR-ൽ പ്രതികളാണ്. ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ഇരിങ്ങാലക്കുട പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ന്റെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. വഞ്ചനാക്കുറ്റമാണ്. ഇപ്പൊ എന്തായാലും ജാമ്യമില്ലാ വകുപ്പിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു എന്നാണ് വാർത്തയിലെല്ലാം വന്നത്. അപ്പം ഇതിന്റെ ഒരു വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ നമ്മുടെ മേജർ രവി പുള്ളിക്കാരന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ കേസിന്റെ കാര്യം ഞാൻ പറയാം. ഈ കേസ് ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. ഞാനത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് അണ്ണാ ഇതെന്താണത് എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴാണ് അറിയുന്നത് എന്താ ഇരിങ്ങാലക്കുട എന്നൊരു ഫൈനാൻഷ്യൽ ഫ്രോഡ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പം അന്വേഷിച്ചപ്പോൾ എന്താണ് അവിടെയുള്ള ഒരു ഫൈനാൻഷ്യൽ കമ്പനി, ഈ പലിശയ്ക്ക് കൊടുക്കുന്ന പാർട്ടീസിന്റെ ഒരു കമ്പനി, എന്താ IPL എന്ന ICL എന്തോ ഒരു കമ്പനിയുണ്ട്, ഫൈനാൻഷ്യൽ കമ്പനി. ഇത് പ്രൈവറ്റ് ആണ്. അത് ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് സൊസൈറ്റി, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഐ ഡോണ്ട് ഈവൻ നോ ദാറ്റ്. ഇതിന്റെ ഒരുത്തൻ കേസ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇവന്റെ അടുത്ത് 15 ലക്ഷം, എത്രയാണ്, 12,48,000 രൂപ വാങ്ങിച്ചു എന്നുള്ളത്. ബേസിക്കലി ഇവനും അതുപോലെ തന്നെ തണ്ടർ ഫോഴ്സിന്റെ ആ ഫ്രോഡായിരുന്ന ഇപ്പൊ മുങ്ങി നടക്കുന്ന പോലീസ് അന്വേഷിക്കുന്ന ആ ലഫ്റ്റനന്റ് കമാൻഡർ എന്ന് പറഞ്ഞ് നടക്കുന്ന ലഫ്റ്റനന്റ് കമാൻഡർ അല്ലാത്ത 10ാം ക്ലാസ് ഗുസ്തി ആയിട്ടുള്ള മനുഷ്യൻ, ഇവനും ആയിട്ടുള്ള ഡീലില് എന്റെ പേരെങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ എന്റെ പേര് വെച്ചിട്ട് ഈ ഫൈനാൻഷ്യൽ കമ്പനി ഇത് കേസിന്റെ അടുത്ത് കൊടുത്തിട്ട് കോടതിയിൽ കൊണ്ടുകൊടുത്ത് അത് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. പോലീസ് ആദ്യം നിങ്ങളുടെ ആ കേസ് തള്ളിയതല്ലേ, കാരണം അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് FIR ഒന്നുമില്ല. കോടതി കൊടുത്തപ്പോൾ കോടതി സ്വാഭാവികമായിട്ടും അതൊരു ഓർഡറിലാണ്. ആര് കേസ് കൊണ്ടുവന്ന് തന്നാലും അത് നിങ്ങൾ അങ്ങോട്ട് അയച്ച് കൊടുക്കണം പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പം ഇതിനകത്ത് മേജർ രവിക്ക് യാതൊരു റോളും ഇല്ല എന്നാണ് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇത് കേസ് കൊടുക്കാനൊരു സാഹചര്യം ഉണ്ടായത് ഈ പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ഡയറക്ടർ സ്ഥാനത്ത് പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മേജർ രവിക്ക്. അല്ലാതെ ഇതിനകത്ത് വലിയ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പുള്ളിക്കാരൻ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ച ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ പേര് അനിലെന്നോ എങ്ങാണ്ട് മറ്റോ ആണ്. ആ പുള്ളിയാണ് ഭയങ്കര ഫ്രോഡ് പരിപാടി ചെയ്തതെന്നും അയാളുടെ ഫോട്ടോസ് ഉൾപ്പെടെ മേജർ രവി കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു കേസാണെന്നും അത് മാത്രമല്ല ഓൾറെഡി ഈ ഒരു കേസ് കൊടുത്തിട്ട് ആ കേസിനകത്ത് വലിയ കാര്യമില്ലെന്ന് പോലീസുകാർ ഓൾറെഡി പറഞ്ഞ കാര്യമാണെന്നുമാണ് മേജർ രവി പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഭയങ്കരമായിട്ട് പിന്നെ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് നടത്തിയിട്ടുള്ളത് മീഡിയ ആണെന്നും പറയുന്നുണ്ട്. കാര്യം മീഡിയ ഇതിനകത്ത് ഒരുപാട് ഫേക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേജർ രവി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെയാണ് പല ന്യൂസ് ചാനൽസും റിപ്പോർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ആദ്യം കേട്ടൊരു ന്യൂസിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് FIR-ന്റെ കോപ്പി അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പം ആ ഒരു കാര്യത്തിനകത്ത് ഇതിനൊക്കെ പിന്നിൽ വേറെ രീതിയിലുള്ള കളി ഉണ്ടെന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. തലവാക്കിയുടെ കണ്ടുപോകാം. ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഈ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ എവിടുന്നോ ഈ എന്റെ പേരങ്ങ് ലീക്കായപ്പം അതങ്ങ് ആഘോഷിക്കുകയായിരുന്നു. അത് ചില പർട്ടിക്കുലർ ചാനൽസ് മാത്രം. അതിനകത്ത് പിന്നിൽ അതിൻ്റെതായിട്ട് അജണ്ടയും എല്ലാം ഉണ്ട്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഞാനിത് അറിയുന്നത്. അന്വേഷിച്ചപ്പോൾ എന്താണ് അതിൽ പറയുന്നുണ്ടത്രേ, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പോയിട്ട് പേഴ്സണലായിട്ട് കാശ് വാങ്ങിച്ചു. എനിക്കൊരു പലിശക്കാരായിട്ട് ഞാൻ പലിശയ്ക്ക് കൊടുക്കുക പലിശയ്ക്ക് വാങ്ങിക്കുന്ന പരിപാടി ഇല്ല. ഞാനത് ചെയ്യാറില്ല. ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ കമ്പനിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും അവർ ദേ വിൽ ഗിവ് മീ സംതിങ് ഡിവിഡൻഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അല്ലാതെ ഞാനായിട്ട് ഒരു പലിശയ്ക്ക് കൊടുക്കുന്നോ അല്ലെങ്കിൽ പലിശക്കാരുടെ അടുത്ത് പോലോ ഞാൻ ഇന്നവരെ ചെയ്തിട്ടില്ല.
പക്ഷെ ഈ പലിശക്കാരൻ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ ഒരു പേരിട്ടുള്ള കമ്പനിയുടെ അവനാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ഒരു അനിൽകുമാർ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. എന്റെ പേര് വെച്ചാൽ തന്റെ ഈ 12.5 ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യ കിട്ടില്ല. ഞാനതിന് ഒരു പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കും. ഇങ്ങനെയുള്ളൊരു മനസ്സുള്ള ഒരാൾക്ക് താനിപ്പോ ഈ 12.5 കേസും പറഞ്ഞിട്ട് മേജർ രവീനെ ഇവിടെ ഇട്ടിട്ട് ഉരുട്ടുന്നുണ്ടല്ലോ. അത് കേൾക്കാനും അത് ആഘോഷിക്കാനുമായിട്ട് ഇവിടെ കുറെ ആളുകളുണ്ട്. പിന്നെ മിസ്റ്റർ അനിൽകുമാർ തന്നെ ഞാൻ വെറുതെ വിടില്ല. താൻ എനിക്കെതിരായിട്ട് ഇതുപോലൊരു ഡിഫമേഷൻ കേസ് കൊടുത്തിട്ട് ഞാൻ സമൂഹത്തിൽ നല്ലൊരു പേരും പ്രശസ്തിയുള്ള ഒരു വ്യക്തിയായിട്ട് എന്നെ ഇന്നവരെ ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ. അത് വല്ലവർക്കും താൻ പലിശയ്ക്ക് കൊടുത്ത കാശ് ഈ അനിൽകുമാറിന് ഈ 12 ലക്ഷം രൂപ ഇവൻ പലിശയ്ക്ക് കൊടുത്താണ്. അവൻ അതിലും വലിയ കള്ളനായതുകൊണ്ട് ഇവനെ മുക്കിയിട്ടങ്ങ് പോയി. അതിൽ ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എന്റെ പേരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്റെ പേര് വെച്ചിരിക്കുകയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പേര് വെക്കാൻ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഇവൻ പലിശയ്ക്ക് കൊടുത്തു, അവൻ അതും കൊണ്ട് മുങ്ങി. അവൻ വലിയ ഫ്രോഡ്. ഇനിയും കേസുകളുണ്ട്. ഈ 1.7 ആലപ്പുഴത്തെ കേസ്. ഓക്കെ, അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഈ പറയുന്ന മേജർ രവിയുടെ പേരുണ്ടായതിന്റെ പേരിലാണ് പുള്ളിക്കാരനെയും കൂടെ അതിനകത്ത് വലിച്ചിട്ടേ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷിക്കട്ടെ എന്ന് തന്നെ പറയാം. കാര്യം മേജർ രവിയുടെ ഭാഗത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡിഫമേഷൻ അല്ലേ ഈ ഒരു സംഭവം. കാര്യം ഈ പറയുന്ന മീഡിയാസിൻ്റെയൊക്കെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ വലിച്ചു കീറും. പല ന്യൂസുകളും നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പം വരുന്ന പല ന്യൂസുകളും ഒന്നും അത്ര ജെനുവിനിറ്റി തോന്നുന്നില്ല. കാര്യം പല കാര്യങ്ങളും പല ന്യൂസ് ചാനൽസും റിപ്പോർട്ട് ചെയ്യുന്നത് വേറെ രീതിയിലൊക്കെ ആയിരിക്കും. അവർ തലയും മാലും ഒക്കെ കേൾക്കാതെയാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പം തന്നെ ഞാൻ കുറച്ച് മുന്നേ ഈ ഹാഷിറിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പം അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പല തംബ്നെയിൽസും കാര്യങ്ങളും ഇട്ടിട്ട് വീഡിയോസ് നെഗറ്റീവ് ആക്കുന്നൊരു പരിപാടി. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം ചാനൽ ആൾക്കാരാണ് ഈ ഒരു ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തത്, പ്രത്യേകിച്ച് ഈ മേജർ രവിയുടെ ഈ കേസ്. അപ്പോൾ ഇതിനകത്ത് സത്യാവസ്ഥ എന്താണെന്ന് പോലും അറിയാതെയാണ് അവർ പല കാര്യങ്ങളും വന്ന് വിളിച്ച് പറയുന്നതിനകത്തുനിന്ന് വ്യക്തമാണ്. കാര്യം മേജർ രവി പറയുന്നത് അനിൽകുമാറെന്നോ അനിൽ എന്നങ്ങാണ്ട് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരാൾ. അയാൾ ഒരുപാട് ഫ്രോഡ് പരിപാടി ചെയ്തിട്ടുണ്ടെന്നും അയാൾ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിച്ചിട്ടുണ്ടെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല അയാളെ പേരിൽ ഒരുപാട് കേസുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ മേജർ രവി തന്നെ തെളിയിക്കട്ടെ. പുള്ളിക്കാരൻ അതിൻ്റെ കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വാർത്ത ഇന്നലെ മെനഞ്ഞാന്ന് തൊട്ടം കണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലാവുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പം ഇത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസും വരുന്നുണ്ട്, പോസിറ്റീവ് കമൻസും വരുന്നുണ്ട്. മേജർ രവിയെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ വയനാട് വിഷയത്തിൽ മോഹൻലാലിനൊപ്പം മേജർ രവി ചെന്നപ്പം ഈ റിട്ടയർ ആയ ഓഫീസർ എന്തിനാണ് ഈ ഒരു യൂണിഫോം ധരിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. പക്ഷെ വിവരമുള്ളവർ ചിന്തിക്കുക, പുള്ളിക്കാരൻ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് അത് റിട്ടയർ ചെയ്തതാണ്. പുള്ളിക്കാരൻ ആ ഒരു ജോബിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അല്ലാതെ ഒരു സിവിലിയൻ അല്ല പുള്ളി, മനസ്സിലായി? ഒരു സിവിലിയൻ ആയിട്ടുള്ള ഒരാൾ പോയിട്ട് വെറുതെ ആ ഡ്രസ്സ് കൊടുത്തിട്ടിട്ട് ആ സ്ഥലത്തൊന്നും ചെല്ലാനായിട്ട് പറ്റത്തില്ല. അപ്പം അത്രയും ഇപ്പോൾ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നത്. അതിനെതിരെ കേസ് കൊടുക്കാനായിട്ട് കുറേ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ അടുത്തൊരു സംഭവമായിട്ട് ഇപ്പം വന്നിരിക്കുന്നത്. എന്തായാലും നല്ല പരിപാടികൾ തന്നെ എന്തായാലും നടക്കട്ടെ. എന്തായാലും ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മേജർ രവിയുടെ ഭാഗത്ത് നിന്ന് വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.